أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان إلى فرعون وملئه فاستكبروا وكانوا قوما عالين فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون فكذبوهما فكانوا من المهلكين ولقد آتينا موسى الكتاب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1115 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 45 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أرسلنا موسى وأخاه هارون بآياتنا وسلطان مبين إلى فرعون وملئه فاستكبروا وكانوا قوما عالين فقالوا أنؤمن لبشرين مثلنا وقومهما لنا عابدون فكذبوهما فكانوا من المهلكين ولقد آتينا موسى الكتاب لعلهم يهتدون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 45 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പിന്മുറക്കാരിൽ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹമാണ് ആദ് സമൂഹം. ആ ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു ഹൂദ് അലൈഹിസ്സലാമിനെ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചതും അതിനെ തുടർന്ന് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം ഏതു വിധത്തിൽ അള്ളാഹുവിന്റെ നടപടികൾക്ക് വിധേയമായോ സമാനമായ വിധത്തിലൊക്കെയുള്ള കൂട്ടവിനാശത്തിന് ആദ് സമൂഹം ഇരയാക്കപ്പെടുക അല്ലെങ്കിൽ വിധേയമാക്കപ്പെടുകയുണ്ടായി എന്ന കാര്യം നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിൽ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി വായിച്ച ആയത്തുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് സുമ്മ അൻശഅനാ മിൻ ബഅദിഹിം ഖുറൂനൻ ആഖിരീൻ, പല തലമുറകളെയും നാം അതിനുശേഷം അവർക്ക് പുറകിലായിട്ട് വളർത്തിക്കൊണ്ടുവന്നു. ഒരു സമൂഹവും അതിന് നിശ്ചയിച്ച അജലിനപ്പുറത്തേക്ക് പോവുകയില്ല. ആ അജലിന് ആ സമയക്രമം സമയം എത്തുന്നതിന് മുമ്പായിട്ട് അവര് തിരിച്ചു വിളിക്കപ്പെടുന്നുമില്ല. ഇതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത് ഇവിടെ. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഅഖിറൂൻ. അതിനുശേഷം പിന്നെ തുടരെ നിരന്തരമായി നാം ദൂതന്മാരെ അയക്കുകയുണ്ടായി. ഓരോ സമൂഹത്തിലേക്കും അള്ളാഹു നിയോഗിച്ചയച്ച ദൂതൻ എത്തിയപ്പോ അവരുടെ നിഷേധമാണ് പ്രകടമായത്. ആ ദൂതനെ അവര് നിഷേധിച്ച് തള്ളിക്കളയുകയുണ്ടായപ്പോ ഒരു പ്രതീക്ഷയുടെ കിരണവും അവരിൽ അവശേഷിക്കാതെ വന്ന ഘട്ടങ്ങളിൽ ഫാത്തബഅന ബഅളഹും ബഅള, അവരിൽ ഒരു കൂട്ടരെ തുടർന്ന് മറ്റൊരു കൂട്ടരെ നാം
കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ നേരത്തെ സ്വീകരിച്ചിരുന്ന തരം നടപടികൾ ഇവരുടെ മേലും ഒരു കൂട്ടർക്ക് പുറകെയായി മറ്റൊരു കൂട്ടരെ എന്ന വിധത്തിൽ നാം നശിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വജഅൽനാഹും അഹാദീസ, അവരെ വെറും കഥകളാക്കി മാറ്റി, ചരിത്രത്തിലെ ചില കുറിമാനങ്ങളാക്കിയിട്ട് അവരെ മാറ്റിക്കളഞ്ഞു. ഫബുഅദൻ ലിഖൗമിൻ ലാ യുഅ്മിനൂൻ, വിശ്വാസത്തിന് സന്നദ്ധതയില്ലാത്ത, അള്ളാഹുവിന്റെ ദൂതനെ അംഗീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ആ സമൂഹം അല്ലെങ്കിൽ ആ സമൂഹങ്ങൾ അവര് ശാപം അർഹിക്കുന്നു, അവര് ശാപം ഏറ്റുവാങ്ങുന്നവരാണ് എന്നൊക്കെയാണ് നാം പിന്നിട്ട ഭാഗത്ത് കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു സ്പെസിഫിക് ആയിട്ട് ഒരു സമൂഹത്തെ പരാമർശിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ. മൂസ അലൈഹിസലാം ദൗത്യ നിർവഹണം നടത്തിയത് ഫറോവമാരുടെ അധികാരവും ആധിപത്യവും ഒക്കെ നിലനിന്നിരുന്ന ഈജിപ്തിലാണ്. ഈജിപ്തില് നൂറ്റാണ്ടുകളായിട്ട് കഴിയുകയായിരുന്നു ബനു ഇസ്രായേൽ സമൂഹം. നമുക്കത് പിന്നിട്ട പല സൂറത്തുകളിലും വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മൂസ അലൈഹിസ്ലാം കടന്നു വരുന്ന ഘട്ടം എത്തിയപ്പോഴേക്ക് ബനു ഇസ്രായേൽ സമൂഹം ഈജിപ്തിലെ അടിമകളെ പോലെ കഴിയേണ്ടി വന്ന അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്ലാമിന്റെ കാലത്ത് പ്രതാപത്തോടും വലിയ ആദരവോടും കൂടി കഴിയാൻ സാധിച്ചിരുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ സമൂഹം. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം പല വിധത്തിലുള്ള അസ്വസ്ഥതകളും രൂപപ്പെട്ടു വരികയും ബനു ഇസ്രായേൽ സമൂഹം അവിടുത്തെ മേധാവിത്വം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന കോപ്റ്റിക് വംശജരുടെ എല്ലാവിധ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ്. മൂസ അലൈഹിസ്സലാം കടന്നു വരുന്ന ഘട്ടത്തില് ബനു ഇസ്രായേൽ സമൂഹം അടിമകളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ അവസ്ഥയിലോ ആയിരുന്നു എന്ന് മാത്രമല്ല, അവരെ ലക്ഷ്യം വെച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവരിൽ പിറക്കുന്ന ആൺമക്കളെ കൊന്നുകളയുകയും അവരുടെ സ്ത്രീകളെ അപമാനിതരാക്കുകയും ചെയ്യുന്ന നിരന്തരമായ നയങ്ങളായിരുന്നു, ആ നയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവിടുത്തെ ഭരണവർഗം നടപ്പിലാക്കിയിരുന്നു. അരികുവൽക്കരിക്കുകയും അതുപോലെ പിശാചുവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് അവരെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവരുടെ അടുക്കലേക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചകനായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം നിയോഗിച്ചയക്കപ്പെടുന്നത്. അവരകപ്പെട്ടിരുന്ന ആ അടിമത്തത്തിന്റെ അവസ്ഥയിലും അതുപോലെ അവര് ചെന്നുപെട്ടിരുന്ന, അവരാപത്തിച്ചിരുന്ന അവരുടെ ധാർമ്മിക വിശ്വാസപരമായ മതപരമായ വലിയ പതനത്തിന്റെയും ഒക്കെ അവസ്ഥയിലാണ് അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി മൂസ അലൈഹിസ്സലാം രംഗത്ത് വരുന്നത്. ഈ ചരിത്രകാണ്ഡമാണ് അള്ളാഹു നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ പരാമർശിച്ചു തുടങ്ങുന്നത്. സുമ്മ അർസൽനാ മൂസ വഅഖാഹു ഹാറൂന ബിആയാതിന വസുൽത്താനിൻ മുബീൻ. പിന്നീട് ഇതിനെ തുടർന്ന് നേരത്തെ ആദ്യ സമൂഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് തലമുറകൾ വീണ്ടും അള്ളാഹു അവർക്ക് വേണ്ട മാർഗദർശനം നൽകുന്നതിനായിട്ട് ദൂതന്മാരെ അയച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം ചരിത്രത്തില് മറ്റൊരു ഘട്ടത്തിൽ സുമ്മ അർസൽനാ മൂസ വഅഖാഹു ഹാറൂന, മൂസായെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നാം നിയോഗിച്ചയക്കുകയുണ്ടായി. ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിക്കൊണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടെ, വസുൽത്താനിൻ മുബീൻ, വളരെ തെളിഞ്ഞ പ്രമാണങ്ങളുമായിട്ടും. അപ്പോ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിഞ്ഞ പ്രമാണങ്ങളുമായിട്ട് താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൂതനാണ് എന്നത്
ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ സകല തെളിവുകളും മൂസ അലൈഹി ഇസ്ലാം ഹാജരാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. മനുഷ്യന് സാധ്യമല്ലാത്ത ദൈവികമായ മാനുഷികതയുടെ ഇടപെടലോടുകൂടിയല്ലാതെ സാധിക്കാത്തതായ പല കാര്യങ്ങളും മൂസ അലൈഹി ഇസ്ലാം അവർക്ക് തെളിവായിട്ട് നൽകിയുണ്ടായി. അങ്ങനെ മൂസായെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂനെയും അത് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടത് പ്രകാരം അള്ളാഹു അദ്ദേഹത്തെ സഹപ്രവാചകനായിട്ട് നിയോഗിച്ചതാണ്. അങ്ങനെ അവരിരുവരെയും നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ തെളിവുകളുമായിട്ട് വ്യക്തമായ പ്രമാണങ്ങളുമായിട്ട് അയക്കുകയുണ്ടായി. ഇലാ ഫിറഔന വ മലഇ, അയച്ചത് ഫറോവയുടെ അടുക്കിലേക്കും അയാളെ പിന്തുണച്ചു നിൽക്കുന്ന ഈജിപ്തിലെ ഭരണവർഗത്തിന്റെ അടുക്കിലേക്കുമാണ്, അവരുടെ പ്രമാണിമാരുടെ അടുക്കിലേക്കുമാണ്. അവരോടാണ് ആദ്യമായി മൂസ അലൈഹി ഇസ്ലാമിന് സംസാരിക്കാനുള്ളത്. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അയാളെ പിന്തുണച്ചുകൊണ്ട് നിലക്കൊണ്ടിരുന്ന അധികാരി വർഗം, അവിടുത്തെ പ്രമാണിമാര്, വരേണ്യവർഗം, അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിന് ദൗത്യം നിർവഹിക്കേണ്ടിയിരുന്നത്. അപ്പോ ഇലാ ഫിറഔന വ മലഇഹി, ഫിറൗന്റെ അടുക്കലേക്കും ഫിറൗന്റെ ഈ പ്രഭൃതികൾ, അയാളെ പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്ന പ്രമാണിമാർ, അവരുടെ അടുക്കലേക്കുമാണ് മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും അള്ളാഹു ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് അയക്കുന്നത്. ഫസ്തക്ബറു, അപ്പൊ അവരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അള്ളാഹു ഒരൊറ്റ വാക്കിൽ ഇവിടെ വിവരിക്കുന്നത്. ഫസ്തക്ബറു, അവര് വല്ലാതെ അഹങ്കരിച്ചുകൊണ്ടാണ് പെരുമാറിയത്. അവര് വല്ലാത്ത അഹന്ത കാണിച്ചു മൂസ അലൈഹി ഇസ്ലാമിനോട്. ആരാണ് മൂസ അലൈഹി ഇസ്ലാം? നിലവില് അടിമകളായി കഴിയുന്ന ഒരു സമൂഹത്തിലെ ഒരംഗം. കൂടാതെ വേറെയും പല സംഗതികളും മൂസ അലൈഹി ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം കടന്നു ചെല്ലുന്നത് ആരുടെ അടുക്കിലേക്കാണ്? ഈജിപ്തിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരികളായ ഫറോവയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന അയാളുടെ പ്രമാണി വർഗവും. ആ കാലഘട്ടത്തിലെ ലോകത്തെ തന്നെ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു ശക്തിയാണ് ഫറോവയുടെ കീഴിലുണ്ടായിരുന്ന ഈജിപ്ത്. ആ ഈജിപ്തിന്റെ അധിപനായിട്ടാണ് ഫറോവ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ ഇടപെടലുകളും അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടു കൂടിയാണ് നടത്തിയിരുന്നത്. നമുക്കതിനെ കുറിച്ചുള്ള അടയാളപ്പെടുത്തലുകളും ചരിത്ര ശേഷിപ്പുകളും ഒക്കെ കാണാൻ സാധിക്കും. പൗരാണിക സ്രോതസ്സുകളിലും പിന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രചിച്ചിട്ടുള്ള സാഹിത്യ രചനകളിലൊക്കെ തന്നെ ഈ റംസീസ് രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഫറോവയുടെ ധിക്കാരത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പല സംഗതികളും നമുക്ക് കാണാൻ കഴിയും. അയാൾ പറഞ്ഞുകൊണ്ടിരുന്നതായിട്ട് ചില കവിതകളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നത് ഐ ആം കിങ് ഓഫ് കിങ്സ്, ഐ ആം ഒസിമാൻഡിയസ്, ഐ ആം കിങ് ഓഫ് കിങ്സ് എന്ന നിലക്കാണ്. ഞാൻ രാജാതിരാജനാണ്, ലുക്ക് ഓൺ മൈ വർക്ക്സ് ഈ മൈറ്റി ആൻഡ് ഡെസ്പെയർ എന്നൊക്കെയാണ് അയാൾ പറയുന്നതായിട്ട് കവിതകളിൽ കാണാൻ കഴിയും. അപ്പോ ഞാൻ ചെയ്ത എൻ്റെ നേട്ടങ്ങളെ ഒന്ന് നോക്കൂ, എന്നിട്ട് നിരാശപ്പെട്ടുകൊള്ളൂ, നിങ്ങൾക്കൊരിക്കലും എന്നെ പോലെയോ അല്ലെങ്കിൽ ഞാനുള്ള അവസ്ഥയിലേക്കോ ഒന്നും വരാൻ സാധ്യമല്ല എന്ന വിധത്തിൽ ധിക്കാരപൂർവം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ ഫറോവ. അന റബ്ബുക്കുമുൽ അഅല എന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ പടച്ചവൻ, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് ഫറോവ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോ ആ ഫറോവയുടെയും അയാളുടെ അധികാരത്തെ താങ്ങി നിർത്തിയിരുന്ന പ്രമാണി വർഗത്തിന്റെയും അടുക്കലേക്കാണ് മൂസ അലൈഹി ഇസ്ലാം സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടൊപ്പം ദൃഷ്ടാന്തങ്ങളും പ്രമാണങ്ങളും ഒക്കെയായിട്ട് വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊന്ന് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം അവർ വലിയ ഉയർച്ചയിലാണ് നിൽക്കുന്നത്.
അവര് ഭൗതികമായ നേട്ടങ്ങളുടെ ഉയർച്ചയിലാണ് നിലകൊള്ളുന്നത്. ആ ഉയർച്ചയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമോ വളരെ പിന്നാക്കമായ ഒരു സമൂഹത്തിന്റെ, ആ സമൂഹം നേരിടുന്ന സകല പ്രതിസന്ധികളുടെയും ഒരു പ്രതീകം എന്നുള്ള നിലക്കുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു വ്യക്തി. ഫസ്തക്ബറു, അങ്ങനെ ഈ ഫറോവയും അയാളുടെ പ്രഭൃതികളും വലിയ അഹങ്കാരം കാണിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ ദൂതനാണ് ഈ വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് ചെവിക്കൊടുക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് വഴിപ്പെടണം, അദ്ദേഹത്തിനെ അനുസരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന ബോധ്യം ഒന്നും കാണിക്കാൻ അവര് കൂട്ടാക്കിയില്ല. അവര് അഹങ്കാരത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. വക്കാനു ഖൗമൻ അലീൻ, അവര് വലിയവന്മാരായ ഒരു സമൂഹമായിരുന്നു. വലിയവന്മാര് എന്ന് പറഞ്ഞാൽ ആലി എന്ന് പറഞ്ഞാൽ ഔന്നത്യം കാണിക്കുന്നവർ, ഉയർന്ന വലിയ, നമ്മൾ പല രീതിയിലും അതിനെപ്പറ്റി പറയാൻ പറ്റും. വലിയ തറവാടികൾ എന്ന് പറയാം, വലിയ പ്രതാപം കാണിച്ചിരുന്നവർ എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ വംശപരമായ ഔന്നത്യവും അതുപോലെ മേധാവിത്വവും ഒക്കെ കാണിച്ചിരുന്ന ആളുകൾ, അതുപോലെ വലിയ അഹങ്കാരികളും ധിക്കാരവും സ്വേച്ഛാധിപത്യവും ഒക്കെ കാണിച്ചിരുന്ന ആളുകൾ എന്നുള്ള നിലക്കും പറയാം. അപ്പോ എല്ലാ നിലക്കും വലിയവന്മാരായിട്ട് കഴിഞ്ഞിരുന്നവരാണ് ഈ ഫറോവയും അയാളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ. അതുകൊണ്ട് അവര് ഫസ്തക്ബറു, അവര് വലിയ അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറിയത്. ഫഖാലു, അപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അനുഅ്മിനു ലി ബശറൈനി മിസ്ലിന, ഞങ്ങളെ പോലെയുള്ള രണ്ട് മനുഷ്യന്മാരെ വിശ്വസിക്കുകയാണ്. ഖൗമുഹുമാ ലനാ ആബിദൂൻ, അവര് രണ്ടുപേരുടെയും സമൂഹമോ ഞങ്ങളുടെ അടിമവൃത്തിയിലുള്ളവരാണ്, ഞങ്ങൾക്ക് അടിമകളായിട്ട് കഴിയുന്നവരാണ് ഈ വന്നിരിക്കുന്ന മൂസായുടെയും ഹാറൂന്റെയും സമൂഹം തന്നെ. അവർ അടിമ വർഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ കാൽക്കീഴില് ഞങ്ങൾക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഞങ്ങൾക്ക് അടിമവൃത്തി ചെയ്തുകൊണ്ട്, ഞങ്ങളനുസരിച്ച് ഞങ്ങളുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ശിരസാ വഹിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലിൽ നിന്നാണ് ഈ രണ്ടാളുകൾ വന്നിരിക്കുന്നത്. ഈ രണ്ടാളുകളെ, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ് അവർ, എന്നിട്ട് അവരെ ഞങ്ങൾ വിശ്വസിക്കണം എന്നാണ് അവർ ചോദിക്കുകയുണ്ടായത്. ഇപ്പൊ കെസബൂഹുമ, അതുകൊണ്ട് അവര് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു, കളവാക്കി, നിഷേധിച്ചു കളഞ്ഞു. ഇപ്പൊ കാനു മിനൽ മുഹ്ലക്കീൻ, അങ്ങനെ അവര് നശിപ്പിക്കപ്പെടുന്നവരിൽ പെടുകയും ചെയ്തു. ഇപ്പൊ കാനു മിനൽ മുഹ്ലക്കീൻ, ചില സമൂഹങ്ങൾ അള്ളാഹു നശിപ്പിച്ചു കളയാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനുള്ള അർഹത അവര് നേടുന്ന ഘട്ടത്തിലാണ് അള്ളാഹു അവരെ നശിപ്പിക്കുക. അപ്പൊ അള്ളാഹുട് സൂചിപ്പിക്കുന്നത് ഫകദ്ദബൂഹുമ, അവരിരുവരും, ആ നാട്ടുകാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ഫറോവയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ തന്നെ ഇവരിരുവരെയും നിഷേധിച്ചു, കളവാക്കി. ഫക്കാനു മിനൽ മുഹ്ലക്കീൻ, അങ്ങനെ അവർ, ആ നിഷേധം കാണിച്ച ആളുകൾ, കളവാക്കിയ ആളുകൾ, മിനൽ മുഹ്ലക്കീൻ, നശിപ്പിക്കപ്പെടേണ്ടവരായി മാറി, മുഹ്ലക്കുകളുടെ കൂട്ടത്തിലായി മാറിയവർ. മുഹ്ലക്ക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെടുന്ന ആള്. അപ്പൊ ഈ സമൂഹത്തെ നശിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയം അവരുടെ പെരുമാറ്റവും അതുപോലെ അവരുടെ നിലപാടുകളും ഒക്കെ കാരണമായിട്ടുള്ളതാണ്. അതിനുള്ള യോഗ്യതയും അർഹതയും നേടി നശിപ്പിക്കപ്പെടാനുള്ള അർഹതയുള്ളവരായി അവരും മാറി. വലഖദ് ആതൈനാ മൂസൽ കിതാബ, നിശ്ചയമായിട്ടും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അതിന് തുടർന്നാണ് ഈ സമൂഹത്തെ, ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ട് വന്ന മൂസ അലൈഹി ഇസ്ലാം ആദ്യം അഭിസംബോധന ചെയ്തത് ഫറോവയെയും അദ്ദേഹത്തിന്റെ അധികാരത്തിന് പിൻബലമായി നിലകൊണ്ടിരുന്ന പ്രമാണി വർഗത്തെയുമാണ്. ആ സമൂഹം ധിക്കാരവും അഹന്തയും ഒക്കെ കാണിച്ചപ്പോ അള്ളാഹു അവരെ നശിപ്പിക്കുകയാണ്. അതിനെ തുടർന്നാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ബനു ഇസ്രായേൽ സമൂഹത്തെ
മാർഗദർശനം ചെയ്യുന്നതിനു വേണ്ടി വേദഗ്രന്ഥം നൽകിയിട്ടുണ്ടായത്, തൗറാത്ത് നൽകിയിട്ടുണ്ടായത്. ഇതിനുവേണ്ടി മൂസ അലൈഹി ഇസ്ലാമിനെ തൂർ സൈനായിലെ ഒരിടത്ത് ജബൽ മൂസ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കുന്ന കാര്യമൊക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നമ്മളത് വിശദമായിട്ട് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ, നിശ്ചയമായിട്ടും തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിന് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ലഅല്ലഹും യഹ്തദൂൻ, അവര് സന്മാർഗികളാകുന്നതിന് വേണ്ടി, ബനു ഇസ്രായേൽ സമൂഹം സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി, അവര് ചുമതലയേൽക്കുന്നവരും ദൗത്യം നിർവഹിക്കുന്നവരും ഒക്കെയായി മാറുന്ന സന്മാർഗബോധമുള്ള ആളുകളായി മാറാൻ വേണ്ടിയാണ് അവർക്ക് നാം ജീവിത മാർഗദർശനമായി കൊണ്ട് വേദഗ്രന്ഥം ഉണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിനാണ് നാം അത് നൽകിയിട്ടുള്ളത്. അത് ബനു ഇസ്രായേലിന് മാർഗദർശനമാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ആയാത്തുകള്, അതുപോലെ സുൽത്താൻ എന്നൊക്കെ പറയുന്നത് ഈ വേദഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതികളെ അല്ല സൂചിപ്പിക്കുന്നത്. മറിച്ച് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ അമാനുഷ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യം അതാണ് ആയാത്ത് എന്ന് പറഞ്ഞതും സുൽത്താൻ എന്ന് പറഞ്ഞതും ഒക്കെ തന്നെ. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നിയോഗിച്ചയക്കപ്പെട്ട പ്രവാചകനാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില മുഅ്ജിസത്തുകൾ അദ്ദേഹം കാണിക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്കത് വിശദമായിട്ട് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ അതിനുശേഷം പിന്നീട് ഈ സമൂഹം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഫറോവയും അയാളെ പിന്തുണച്ചുകൊണ്ട് നിന്നിരുന്ന പ്രമാണി വർഗവും നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ബനു ഇസ്രായേലിന്റെ മാർഗദർശനത്തിനായിട്ട് മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ടായി. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് സൂറത്തുൽ മുഅ്മിനൂനിലെ 45-ാമത്തെ ആയത്ത് മുതൽ 49-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം. ഈ വിവരണം ഈ ആയത്തുകളോട് അവസാനിക്കുന്നില്ല. അതിന്റെ തുടർ വിവരണം തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഒരു പ്രയോഗം ശ്രദ്ധ അർഹിക്കുന്ന വിധത്തിലുണ്ട്. വഖൗമുഹുമാ ലനാ ആബിദൂൻ എന്ന് പറഞ്ഞ ഭാഗം ഫറോവ അല്ലെങ്കിൽ ഫറോവയും ആളുകളും ഒക്കെ പരാമർശിക്കുന്നത് ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇരുവരുടെയും ആൾക്കാര് ഞങ്ങളുടെ അടിമകളായി കഴിയുന്നവരാണ് എന്ന വിധത്തിലാണ്. വഖൗമുഹുമാ ലനാ ആബിദൂൻ, ഇതേ വാക്ക് വിശുദ്ധ ഖുർആനില് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന, ഞങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നവരാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ പദം ഇബാദത്ത് അബദ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ അടിസ്ഥാനപരമായിട്ട് അടിമത്തം സൂചിപ്പിക്കുന്നുണ്ട്, ആരാധന സൂചിപ്പിക്കുന്നുണ്ട്, അനുസരണം സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള വാക്കാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിശുദ്ധ ഖുർആനിൽ ഇതേ പദം ഉപയോഗിച്ചും കാണാൻ കഴിയും. ഇവിടെ ബനു ഇസ്രായേൽ ഒരു ഘട്ടത്തിലും തന്നെ ഫറോവയുടെ ആരാധകരായിരുന്നില്ല. ചരിത്രത്തില് ഫറോവ അടിച്ചൊതുക്കി അടിമകളാക്കി വെച്ചിരുന്നു എന്നതല്ലാതെ ഫറോവയുടെ ആരാധകരായിരുന്നില്ല, ഫറോവയെ പൂജിച്ചിരുന്നവരായിരുന്നില്ല. അപ്പൊ പൂജിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലല്ല ഇവിടെ ഖൗമുഹുമാ ലനാ ആബിദൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ജനത, ബനു ഇസ്രായേൽ സമൂഹം ഞങ്ങളെ പൂജിക്കുന്നവരാണ് എന്നല്ല പറയുന്നത്. മറിച്ച് ഞങ്ങൾക്ക് അടിമവേല ചെയ്യുന്നവരാണ്, ഞങ്ങളെ അനുസരിച്ച് കഴിയുന്ന ഞങ്ങളുടെ അടിമകളാണ് എന്ന അർത്ഥത്തിലാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഇബാദത്ത് എന്ന വാക്കിന് അതിന്റെ അർത്ഥവൈവിധ്യം ഉണ്ട് എന്നതിനുള്ള വിശുദ്ധ ഖുർആന്റെ അകത്ത് തന്നെയുള്ള ഒരു തെളിവാണ് ഈ പദം. ഒരിക്കലും തന്നെ ഫറോവയുടെയും പ്രവൃത്തികളുടെയും അവരോട് പൂജ ചെയ്തുകൊണ്ട് അവർക്ക് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നവര്
ആയിരുന്നില്ല ബനൂ ഇസ്രായേൽ സമൂഹം. എന്നിട്ടും അവരെ കുറിച്ച് പരാമർശിക്കുന്നത് ഖൗമുഹുമ ലന ആബിദൂൻ എന്നാണല്ലോ. അപ്പൊ ഈ ആബിദൂൻ എന്ന പദം യഥാർത്ഥത്തില് കേവല പൂജയെയല്ല സൂചിപ്പിക്കുന്നത്. കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് അവരുടെ മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് അവരുടെ അടിമവേല ചെയ്തുകൊണ്ടൊക്കെ കഴിയുന്ന ഒരു സംഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു അർത്ഥസൂചന വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന പദത്തിന് പലയിടത്തും ഉണ്ട്. അള്ളാഹുവിന്റെ കാര്യം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയിൽ അള്ളാഹുവിന് കേവലമായ പൂജ അല്ലെങ്കിൽ ആരാധന നൽകുക, എന്നിട്ട് അനുസരണവും വിധേയത്വവും അടിമത്വവും ഒക്കെ വേറെ പലർക്കും നൽകിക്കോളൂ, അതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലല്ല ഖുർആൻ ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉപകരിക്കും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.